പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെടികളെ പരിചയപ്പെടാം. മഴക്കാലം ആയതുകൊണ്ട് നല്ല കാട് വളർന്നിരിക്കുന്നുണ്ട് ചുറ്റും. ഈ കാണുന്ന ഈ ചെടി ഒരാൾ പൊക്കത്തിൽ വരെ വളരുന്ന പാറോത്തില എന്നറിയപ്പെടുന്ന ഫൈക്കസ്, അതായത് ആൽമരത്തിൻ്റെ ഒക്കെ വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ്. ഇത് എരുമനാക്ക് എന്നൊക്കെ പറയും. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ ചെടി ബ്രൈനിയ എന്ന് പറയും, നിരൂരി എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇതും ഒരാൾ പൊക്കത്തിലൊക്കെ വളരും. ചെറിയ നെല്ലിക്ക പോലുള്ള ചെറിയ പഴങ്ങളുണ്ടാവും. ഇത് മാക്രാങ്ക എന്ന് പറയുന്ന വട്ടയിലയാണ്. ഇത് പഴയ കാലത്തൊക്കെ ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാണ്. എല്ലാവർക്കും പരിചയമുള്ളൊരു ചെടിയായിരിക്കും. ഇത് മെലോട്ടിസ് എന്ന് പറയുന്ന നമ്മുടെ ഇതില്ലേ, എന്താ കുറുക്കൂട്ടി അങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. കുറുക്കൂട്ടി ഇതൊരു വലിയ മരമാണ്, ചുമന്ന കായകളൊക്കെ ഉണ്ടാകുന്ന മരം. ഇത് ഇവിടെയൊക്കെ പടർന്നിരിക്കുന്നത് ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന അതിഭീകരനായ ഒരു കളസസ്യമാണ്. ഇതേത് മരത്തിലാണോ കയറുന്നത് ആ മരത്തിന് ഇത് ധൃതരാഷ്ട്ര ആലിംഗനം നടത്തി വീഴ്ത്തും. അതുകൊണ്ടാണ് ഇതിനെ ധൃതരാഷ്ട്ര പച്ച എന്ന പേര് വന്നിരിക്കുന്നത്. മിക്കാനി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇതിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇതെല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ യൂപ്പറ്റോറിയം, ക്രോമോലീന ഓഡറേറ്റ എന്നൊക്കെ പറയും. ഇത് ബ്രൈനിയ തന്നെയാണ്, ബ്രൈനിയയുടെ നിരൂരി. ഇവിടെ നോക്കിയാൽ ഇത് നല്ല പുത്രഞ്ചാരി ഉറച്ച് കാണുന്നുണ്ട്. അടിയാൻഡം എന്ന് പറയുന്ന ഒരു ഫേണാണ്. കുറച്ച് കഴിഞ്ഞാൽ കൂടുതലുണ്ട്. ഇത് കുറുന്തോട്ടിയാണ്, സിഡ അക്യൂട്ട എന്നൊക്കെ പറയുന്ന ഒരു കുറുന്തോട്ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതൊരു കളസസ്യമാണ്, ക്ലിയോം എന്ന് പറയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുത്രഞ്ചാരിയുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണല്ലോ ഈ പുത്രഞ്ചാരി. ഇത് ഫേണാണ്, മഴക്കാലത്ത് മാത്രമേ കാണൂ. ഇതുപോലെയുള്ള കുത്തനെയുള്ള പ്രതലങ്ങളിൽ മാത്രമേ കാണൂ. ചാരുന്നിടത്ത് പുത്രനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ പുത്രഞ്ചാരി എന്ന് വിളിക്കുന്നത്. മതിൽ പച്ച എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഒരു പുതിയ തൈ ഉണ്ടാവും, അതുകൊണ്ടാണ് പുത്രഞ്ചാരി എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഇക്സോറ അല്ലെങ്കിൽ തെച്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ചീരയുടെ വർഗത്തിൽപ്പെടുന്ന ആൾട്ടർനാന്തറ എന്ന് പറയുന്നൊരു ചെറിയ ചെടിയാണ്. ഇത് പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതാണ് താളി, സൈക്ലിയ. ഈ കാണുന്ന ഈ കുഞ്ഞു ഫേണിൻ്റെ പേര് കീലാന്തസ് എന്നാണ്. ഇതിൻ്റെ ഒരു മലയാളം പേരൊന്നുമില്ല, കീലാന്തസ് എന്ന് പറഞ്ഞാൽ. ഇത് മുഴുവൻ നമ്മുടെ ഈ ചേമ്പ് വർഗത്തിലൊക്കെ പെടുന്ന അരോയിഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ചെടികളാണ്. പിന്നെ കുറച്ച് കല്ല് കൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ ഈ കാണുന്ന ഈ പച്ചച്ചെടി പൈലിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. പൈലിയ എന്നൊരു മലയാളം പേരുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് എല്ലാവർക്കും, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് എല്ലാവർക്കും അറിയുന്ന ചെടിയാണിത്. നമ്മൾ വെള്ളം തള്ളി എന്നൊക്കെയാണ് പറയുക. പെപ്പറോമിയ, അതായത് ഇത് കുരുമുളകിൻ്റെ കുടുംബത്തിൽ വരുന്നൊരു ചെടിയാണ് പെപ്പറോമിയ. ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ മോസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ചെറിയ ചെടികളാണ് മോസസ് എന്ന് പറയുന്നത്. ഹയോഫില എന്ന് പറയുന്നൊരു മോസാവാനാണ് ചാൻസ്. ഇത് ചൊറിയണമാണ്, ലപ്പോർഷ്യ എന്ന് പറയും. ഇതെല്ലാവർക്കും തൊട്ടാലറിയാം, തൊട്ടപ്പം ചൊറിയും. ഇത് കാനവാഴ എന്ന് പറയുന്ന കൊമല്ലിന ബംഗാളൻസിസ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. കാനവാഴ എന്ന് പറയും. നല്ലൊരു വയലറ്റ് പൂവുണ്ടാവും. ഇത് പിന്നെ മുക്കുറ്റി, എല്ലാവർക്കും അറിയാം, ബയോഫൈറ്റം. ഇത് നമ്മുടെ വയറുവേദന പിടിച്ച പട്ടികളും പൂച്ചകളും ഒക്കെ കഴിക്കുന്ന ഒരു പുല്ലാണ്. കില്ലിംഗിയ എന്നാണ് ഇതിൻ്റെ പേര്, കില്ലിംഗിയ. ഈ കാണുന്നത് ഒരു ഫേണാണ്, ലൈഗോഡിയം അഥവാ പൊലിവള്ളി.
തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. ഇത് മൊത്തം നമ്മുടെ പുത്രഞ്ചാരികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. മറ്റൊരു ഭംഗിയുള്ള ഒരു ഫേണാണ് ഈ അധീറിയം എന്ന് പറയുന്നത്. കുത്തനെയുള്ള പ്രതലങ്ങളിൽ മഴക്കാലത്ത് കാണുന്ന ഒരു ഫേണാണിത്. ഈ പച്ചയെ എല്ലാവർക്കും അറിയാമെങ്കിലും ഇവൻ്റെ പേര് സയാത്തോഡിയം എന്നാണെന്നും ഇവനൊരു ബ്രയോഫൈറ്റ് ആണെന്നും അധികം പേർക്കും അറിയുന്നുണ്ടാവില്ല. ഇത്തരം ചെടികൾക്ക് ഒരു തണ്ട് ഉണ്ടാവില്ല, വേരും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇല തന്നെ ഒരു പ്രോപ്പർ ഇലയുമല്ല. ഇതൊരു ആദിമ കാലത്തുണ്ടായ ചെടിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലപ്പോർഷ്യ അഥവാ ചൊറിയണം. ഇത് ടെറിസ് എന്ന് പറയുന്നൊരു ഫേണാണിത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ചുരുളി എന്നൊക്കെ പറയും. ഒരു ഫേണാണ്, ടെറിസ് കൺഫ്യൂസ എന്ന് പറയും. ഇത് പല ആളുകൾക്കും അറിയുന്നുണ്ടാവും, നിലപ്പന അഥവാ കുർക്കുലിഗോ ഓർക്കിയോയിഡസ്. നിങ്ങൾ സഫേദ് മുസലി കേട്ടിട്ടുണ്ടാവും. ഇത് ബ്ലാക്ക് മുസലി എന്നറിയപ്പെടും. ഇത് നമ്മുടെ വീട്ടിലെ പ്ലാവാണ്. പ്ലാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്ന് അടുത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇല കണ്ടാൽ അറിയാം. ഇത് അർട്ടോകാർപ്പസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് സ്റ്റാർ ആപ്പിൾ അഥവാ ക്രൈസോഫില്ലം എന്ന് പറയുന്ന ചെടിയാണ്. ഇത് അത്യാവശ്യം ഉയരം ഉണ്ടാവും. ഇതിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലഭാഗം ഇതാ നോക്കിയാൽ ഒരു ഗോൾഡൻ കളറിലാണ്. ഞാനൊന്ന് തിരിച്ചിട്ട് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടോ. ഈ ചെടി ഒരു ഗാർഡൻ ചെടിയാണ്. ഇതിന് പെൻറ്റാസ് എന്നാണ് പേര്. ഇത് കണ്ടോ, ഇത് നമ്മൾ തെച്ചിയുടെയൊക്കെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ചെക്കി അല്ലെങ്കിൽ തെച്ചിയുടെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ മറ്റൊരു പ്ലാന്റ് വാക്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ബൈ, സി യു.